വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 27, 25 മുതൽ 31 വരെയുള്ള സൂക്തങ്ങളുടെ വിശദീകരണം, അർത്ഥവും വിശദീകരണവും. അവർ ദൈവത്തിന് പ്രണാമം ചെയ്യേണ്ടതായിരുന്നു. അവനാണ് ആകാശഭൂമികൾ മറഞ്ഞു കിടക്കുന്നതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണവൻ. ആ സാക്ഷാൽ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല തന്നെ. മഹാസിംഹാസനത്തിനുടയവനാണവൻ. സുലൈമാൻ നബി വെട്ടുകിളിയോട് പറഞ്ഞു, നീ പറയുന്നതൊക്കെ സത്യമാണോ അതല്ല കളവാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. നീ ഈ കത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും അല്പം മാറി നിന്നിട്ട് എന്താണ് അവരുടെ പ്രതികരണം എന്ന് നിരീക്ഷിക്കുക. കത്ത് വായിച്ച രാജ്ഞി പ്രമാണിമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മഹനീയമായ ഒരു എഴുത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സുലൈമാൻ ചക്രവർത്തി എന്നുള്ളതാണ്. സുലൈമാൻ എന്നുള്ളതാണ് പരമകാരുണ്യനും കരുണാവാരിധിയുമായ ദൈവനാമത്തിൽ ആരംഭിക്കുന്നതുമാണ്. എന്നെ ധിക്കരിക്കാതെ അനുസരണവും വിധേയത്വവും പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഹാജരാകണം എന്നാണ് ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. അതായത് ശേബ നാടിനെ കുറിച്ച് വെട്ടുകിളി വിശദീകരിച്ചപ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, അന്നാട്ടുകാർ സാക്ഷാൽ ദൈവത്തെ പ്രകീർത്തിക്കുകയും വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ സൂര്യനെ ആരാധിക്കുകയും പൈശാചിക ദുർബോധനങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ മറഞ്ഞു കിടക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അവയൊക്കെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധം പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുകയും കീഴ്പ്പെട്ട് ജീവിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന ആ ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്, ഗംഭീരമായിട്ടുള്ളത്. എന്നിരിക്കെ സബ നിവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര അക്രമവും നന്ദികേടുമാണ്. മനുഷ്യ സമൂഹത്തോടുള്ള ഒരു ഉത്ബോധനമാണ് ഈ സൂക്തങ്ങളിലൂടെ നൽകപ്പെടുന്നത്. അങ്ങനെ പിന്നീട് സുലൈമാൻ നബി സബ് രാജ്ഞിക്കൊരു കത്തെഴുതി മരംകൊത്തി വശം കൊടുത്തേക്കുകയാണ്. ഈ കത്തിന് മറുപടി കിട്ടുമ്പോൾ മാത്രമേ മരംകൊത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ കത്ത് തയ്യാറാക്കി മരംകൊത്തി ഏൽപ്പിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു, നീ ഈ കത്ത് കൊണ്ടുപോയി രാജ്ഞിക്ക് മുമ്പാകെ ഇട്ടുകൊടുക്കുക. എന്നിട്ട് അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ മാറി നിന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ സുലൈമാൻ നബി കൽപ്പിച്ചതനുസരിച്ച് വെട്ടുകിളി കത്ത് ബിൽഖീസ് രാജ്ഞിക്ക് മുമ്പാകെ ഇട്ടുകൊടുത്തു. കത്ത് വായിച്ച രാജ്ഞി തൻ്റെ രാജസദസ്സിലുള്ള പ്രമാണിമാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അതിലെ ഉള്ളടക്കം അവർക്ക് മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മഹാനായ സുലൈമാൻ ചക്രവർത്തി എന്നുള്ളതാണ്. അക്കാലത്ത് അറിയപ്പെടുന്ന ചക്രവർത്തിയായിരുന്നു അദ്ദേഹം എന്ന് രാജ്ഞിയുടെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇക്കാലത്ത് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്നുള്ള കത്താണിത് എന്ന് പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അറിയാത്ത ഭരണാധികാരികൾ ആരും ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ ആണെന്നർത്ഥം. ഇപ്പോൾ സുലൈമാൻ നബിയിൽ നിന്ന് ലഭിച്ച ആ കത്തിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത് പരമകാരുണ്യനും കരുണാവാരിധിയുമായ ദൈവനാമത്തിൽ ആരംഭിക്കുന്നു എന്നതാണ്. കാരണം ബിംബാരാധകരുടെയും വിഗ്രഹാരാധകരുടെയും കത്തുകളിൽ ഈ രീതി ഒരിക്കലും കാണപ്പെടുകയില്ല. കത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം തന്നെ എന്തായിരുന്നു? തന്നെ ധിക്കരിക്കാതെ അനുസരണയോടെ വിധേയത്വത്തോടെ എൻ്റെ മുന്നിൽ ഹാജരാകുക എന്നാണ്. അഥവാ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് തൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ഭരണം നടത്തുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം ഇവിടെ സുലൈമാൻ നബി ആഗ്രഹിക്കുന്നത് മറ്റ് സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണകൂടങ്ങൾ ഇതര രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കീഴടക്കി ഭരിക്കുന്നത് പോലെ ഭരിക്കുവാനല്ല, മറിച്ച് സത്യവും ധർമ്മവും നീതിയും അനുസരിച്ച് നിലവിലുള്ള ഭരണകൂടം നീങ്ങുവാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്.